സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വൈദികരുടെയും മെത്രാന്മാരുടെയും സന്യസ്തരുടെയും മാത്രം പണിയാണെന്ന്. അങ്ങനെയാണോ? അല്ല. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും ഉത്തരവാദിത്തമാണ്. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് തിരുപ്പട്ടത്തിലൂടെയല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് സന്യാസവ്രത വാഗ്ദാനത്തിലൂടെയല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും പ്രേക്ഷിതരാണ്. എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കണം. 111 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഇടവക സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത്. ക്രിസ്തീയ ജീവിതം ഇവിടെ വളർച്ചയിലേക്ക് എത്തുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്നൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. 4ാമത്തെ പ്രണാമജപത്തിൽ ഏകദേശം മധ്യഭാഗത്തായി നാം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കേട്ടിട്ടുണ്ടോ? അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ആരാണ് അറിയേണ്ടത്? ഭൂവാസികളെല്ലാവരും. എന്നിട്ട് അയൽവാസികളെങ്കിലും അറിഞ്ഞോ? ആരോടെങ്കിലും പറഞ്ഞോ? വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആരും പ്രഘോഷിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഞാനും നിങ്ങളും പ്രഘോഷിക്കുന്നില്ല എങ്കിൽ അവർ കേൾക്കില്ല, കേൾക്കുന്നില്ല എങ്കിൽ അവർ വിശ്വസിക്കില്ല. മറ്റുള്ളവർ പ്രഘോഷിച്ചത് കൊണ്ടാണ് നമ്മൾ കേട്ടത് കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്. വിശ്വസിക്കണമെങ്കിൽ പ്രഘോഷിക്കണം. പ്രഘോഷിക്കാൻ ആളില്ല എങ്കിൽ ജനം വിശ്വസിക്കില്ല. ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യത്തിൽ മരക്കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിച്ചവനെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഇന്ന് വരെ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ദുരിതം. വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു: ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നുവെങ്കിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിലോ എനിക്ക് ദുരിതം. പ്രിയ ഇടവക ജനമേ, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള നിങ്ങൾ മറ്റാരോ പറഞ്ഞതുകൊണ്ട്, മറ്റാരോ ജീവൻ പണയം വെച്ച് നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം പ്രഘോഷിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് സുവിശേഷം കേട്ട് വിശ്വാസികളായി നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം. നമ്മൾ പ്രഘോഷിച്ചില്ല എങ്കിൽ അവർ കേൾക്കില്ല, കേട്ടില്ല എങ്കിൽ അവർ വിശ്വസിക്കില്ല, വിശ്വസിച്ചില്ല എങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇഷ്ടം നമ്മൾ ബലി കഴിക്കേണ്ടി വരും. ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മുടെ സ്വപ്നങ്ങളും പദ്ധതികളും ഉപേക്ഷിക്കുമ്പോഴാണ് കർത്താവിന്റെ സ്വപ്നങ്ങളും പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. പലപ്പോഴും കർത്താവിന്റെ സ്വപ്നങ്ങളും പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ സാധിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ വിടുന്നില്ല, നമ്മൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ വിടുന്നില്ല, നമ്മൾ നമ്മുടെ പദ്ധതികൾ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നില്ല, കർത്താവിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂവണിയുന്നില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ മാറ്റിവെക്കണം. പരിശുദ്ധ അമ്മ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയവളായിരുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന എല്ലാവർക്കും ഈശോയുടെ സഹോദരങ്ങളാകാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. ഇതാ നിന്റെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയവളാണ് എന്റെ അമ്മ എന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഈശോ പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുകയല്ല ചെയ്തത്, മറിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്ന ഏറ്റവും വലിയ സുഹൃതത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ തമ്പുരാന്റെ ഇഷ്ടം നിറവേറ്റിയവളായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞപ്പോൾ പൂർണ്ണമായും ആ തിരുച്ചിത്തത്തിന് കീഴ്വഴങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. ഞാൻ കർത്താവിന്റെ ദാസിയാണ്, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വാക്യത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ
പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദേവദൂതൻ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയോട് ദൈവഹിതം അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിന്റെ ഇഷ്ടം നടക്കട്ടെ. നമ്മൾ അതിനെ വലിയ താഴ്മയായി, വിധേയത്വമായി, അനുസരണമായി കണക്കാക്കുന്നു. പക്ഷെ അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ ദൈവദൂതൻ വരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-27 വചനങ്ങളിലാണ് ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്ന കാര്യം വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-27 വചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഊരും പേരും വിവരവും. 6-ാം മാസത്തിൽ ഗലീലയിലെ നസ്രത്ത് എന്ന ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക്, ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവദൂതൻ അയക്കപ്പെട്ടു. ആ കന്യകയുടെ അവസ്ഥ എന്താണ്? ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരുന്ന കന്യകയായിരുന്നു അവൾ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ജീവിതാവസാനം വരെ കന്യകയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചവളായിരുന്നില്ല പരിശുദ്ധ അമ്മ. ആ നിമിഷം വരെ ഏതൊരു കന്യകയെയും പോലെ ഒരു പുരുഷന്റെ ഭാര്യയായി, മക്കളുടെ അമ്മയായി, കുടുംബത്തിന്റെ നാഥയായി ജീവിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചിരുന്നത്. സാധാരണ ഒരു യഹൂദ സ്ത്രീയെ പോലെ വിവാഹ ജീവിതമാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. വിവാഹത്തിന് സമ്മതമായിരുന്നത് കൊണ്ടാണല്ലോ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ ജീവിതാവസാനം വരെ കന്യകയായി ജീവിക്കാൻ ആ നിമിഷം വരെ പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചിരുന്നില്ല. ആ സമയത്താണ് ദൈവദൂതൻ വരുന്നത്. എന്നിട്ട് ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് മറ്റൊരു കാര്യം അറിയിക്കുകയാണ്. നീ പ്രത്യേകം ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ഒരു മകനെ പ്രസവിക്കും. ഉടനെ പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ പുരുഷന്റെ കൂടെ താമസിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അങ്ങനെ ചോദിച്ചത്? അന്നത്തെ കാലഘട്ടത്ത് വിവാഹ നിശ്ചയവും വിവാഹവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ നടത്തുന്ന മനസമ്മതത്തെക്കാൾ ആഴമേറിയ വിലയുള്ള ഒരു ആചാരമായിരുന്നു അന്നത്തെ വിവാഹ നിശ്ചയം. അന്നത്തെ വിവാഹ നിശ്ചയം വിവാഹവും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉദാഹരണത്തിന്, വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം നടക്കുന്നതിന് മുമ്പ് വരൻ മരിച്ചു പോയാൽ വധുവിനെ, സ്ത്രീയെ, കന്യകയെ ജീവിത അവസാനത്തോളം വിധവയായി അവർ കണക്കാക്കുമായിരുന്നു. അന്നത്തെ പാരമ്പര്യമനുസരിച്ച് വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ് വിവാഹത്തിനു മുമ്പ് ഒരു പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ വരൻ മരിക്കാനിടയായാൽ അവൾ ജീവിതാവസാനം വരെ വിധവയാണ്. അപ്പോൾ വിവാഹ നിശ്ചയത്തിന് അവരെന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ളൊരു വിവാഹ നിശ്ചയം മറിയത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അവർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്നും പറഞ്ഞപ്പോൾ മറിയം ഉടനെ ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷന്റെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ ഗർഭം ധരിക്കും. നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ സിംഹാസനം അവന് നൽകപ്പെടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് ആ ഗബ്രിയേൽ ദേവദൂതൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായെന്ന്? അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള സമയമാണ്. 12 വയസ്സ് മുതൽ അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം. 16 വയസ്സിനുള്ളിൽ മിക്കവാറും വിവാഹം നടന്നിരിക്കും. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയ്ക്ക് അന്ന് എന്ത് പ്രായമുണ്ടായിരുന്നിരിക്കണം?
12-ന്റെയും 16-ന്റെയും ഇടയ്ക്ക് വയസ്സുണ്ടായിരുന്നിരിക്കണം. ആ ഗ്രാമീണ പെൺകുട്ടിയോട് പോയി പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഗർഭം ധരിക്കും, നിനക്കൊരു കുഞ്ഞുണ്ടാകും, അവൻ വലിയവനായിരിക്കും, അവൻ അത്യുന്നതനായിരിക്കും, ദാവീദിന് സിംഹാസനം അവൻ നൽകപ്പെടുമെന്ന്. അവൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമോ? സാധാരണ രീതിയിൽ അവൾക്കത് മനസ്സിലായിട്ടുണ്ടാകില്ല. സാധാരണ രീതിയിൽ അവൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടുണ്ടാകില്ല. പക്ഷേ പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്ന ദൈവദൂതനായതുകൊണ്ട്, ദൈവത്തിൽ അവൾ വിശ്വാസം അർപ്പിച്ചതുകൊണ്ട്, ദൈവേഷ്ടം അറിയുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ അവൾ പരിപൂർണമായും സന്നദ്ധയായിരുന്നത് കൊണ്ട് അവൾ ആ ഗബ്രിയേൽ ദൈവദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ. അപ്പോൾ പരിശുദ്ധ അമ്മ വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? അന്ന് വരെ ഹൃദയത്തിൽ താലോലിച്ചു കൊണ്ടിരുന്ന തന്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ചു, തന്റെ ആഗ്രഹങ്ങളെ വേണ്ടെന്ന് വെച്ചു. ഏതൊരു സാധാരണ യഹൂദ സ്ത്രീയെ പോലെ വിവാഹം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങളെ വേണ്ടെന്ന് വെച്ചു, സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ചു, സ്വന്തം കണക്കുകൂട്ടലുകൾ ഉപേക്ഷിച്ചു, സ്വന്തം പദ്ധതികൾ ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി സ്വന്തം പദ്ധതികൾ മാറ്റിവെച്ച്, സ്വന്തം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ച്, സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവൾ തയ്യാറായി. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ വലുപ്പം. സ്വന്തമായി ഒരു പദ്ധതി ഇല്ലാത്ത സമയത്ത്, സ്വന്തമായി തന്നെ കുറിച്ചൊരു കണക്ക് കൂട്ടലുകൾ ഇല്ലാത്ത സമയത്ത്, സ്വന്തമായ സ്വപ്നങ്ങൾ ഇല്ലാത്ത സമയത്തല്ല ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തിന്റെ അടുത്തേക്ക് വരുന്നത്. വ്യക്തമായ പദ്ധതിയോടെ, സ്വന്തമായ ആഗ്രഹത്തോടെ, സ്വന്തം സ്വപ്നത്തോടെ ജീവിക്കുന്ന ഒരു സമയത്താണ് വരുന്നത്. അപ്പോൾ സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെച്ച്, സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റാൻ സ്വന്തം ഇഷ്ടത്തെ ബലി കൊടുക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നാം ഇവിടെ കാണുന്നത്. ഇതാണ് ദൈവേഷ്ടം നിറവേറ്റിയ പരിശുദ്ധ അമ്മയുടെ അനുസരണത്തിന്റെ ആഴം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണമെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇഷ്ടം നമ്മൾ ബലി കഴിക്കേണ്ടി വരും. ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മുടെ സ്വപ്നങ്ങളും പദ്ധതികളും ഉപേക്ഷിക്കുമ്പോഴാണ് കർത്താവിന്റെ സ്വപ്നങ്ങളും പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. പലപ്പോഴും കർത്താവിന്റെ സ്വപ്നങ്ങളും പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ സാധിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ വിടുന്നില്ല, നമ്മൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ വിടുന്നില്ല, നമ്മൾ നമ്മുടെ പദ്ധതികൾ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നില്ല, കർത്താവിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂവണിയുന്നില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ മാറ്റിവെക്കണം, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ബലി കഴിക്കേണ്ടി വരും. എന്നിട്ട് കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ നാം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. കർത്താവിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂവണിയട്ടെ, കർത്താവിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങനെ വേണമെങ്കിൽ നാം നമ്മുടെ പദ്ധതികളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കണക്കുകൂട്ടലുകളെയും മാറ്റിവെക്കേണ്ടി വരും. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, വചനം വായിക്കും, വളരെ നന്നായി ജീവിക്കും. പക്ഷെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ആഗ്രഹിച്ചത് നടക്കാതെ പോകുമ്പോൾ, ചോദിച്ചത് ലഭിക്കാതെ പോകുമ്പോൾ പിന്നെ ദൈവത്തോട് കോപം, പിന്നെ പ്രാർത്ഥനയിൽ വിരക്തി, പിന്നെ ഉത്സാഹത്തിൽ കുറവ്. ഇത് യഥാർത്ഥ വിശ്വാസമാണോ? നാം ചോദിക്കുന്നതല്ല, മറിച്ച് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുക. നമ്മുടെ ആഗ്രഹങ്ങളല്ല, ദൈവത്തിന്റെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. നമ്മുടെ സ്വപ്നങ്ങൾ നടക്കാതെ പോകുമ്പോൾ, നമ്മുടെ പദ്ധതികൾ തകർന്നടിയുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാതെ പോകുമ്പോൾ നമ്മൾ കർത്താവിനോട് മറുതലിക്കുകയും കോപിക്കുകയുമാണെങ്കിൽ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. നമ്മുടെ പദ്ധതികൾ തകർന്നടിഞ്ഞു പോയാലും, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാതെ പോയാലും, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയാലും കർത്താവ് വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് ആ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് അവന്റെ ഇഷ്ടം നിറവേറാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്. സ്വന്തമായി വിവാഹം ചെയ്ത ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹത്തെ മാറ്റിവെച്ച് അവൾ കർത്താവിന്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല
എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങൾ കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക എന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക, കർത്താവിനെ ഏറ്റുപറഞ്ഞ് അവന്റെ ഇഷ്ടം നിറവേറ്റുക, അത് അല്പം ത്യാഗം നിറഞ്ഞതാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാണ് വിശ്വാസത്തിന്റെ ആഴം അടങ്ങിയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജീവിക്കണമെങ്കിൽ നാം കേൾക്കുന്ന വചനം നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. വചനം കേൾക്കുക, പ്രാർത്ഥനകൾ ചൊല്ലുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ഇതെല്ലാം വിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണ്, ആവശ്യമാണ്. പക്ഷെ മനസ്സിലാക്കണം, ഇത് ആദ്യത്തെ പടി മാത്രമാണ്. ഈ കേൾക്കുന്ന വചനം നാം ജീവിക്കണം. ഈ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മുടെ വിശ്വാസത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അനുദിന ജീവിതത്തിൽ നാം എല്ലാ ദിവസവും അർപ്പിക്കുന്ന ദിവ്യപൂജാബലിക്ക് ഒരു പ്രാധാന്യമുണ്ടാകണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ 1 ലേഖനം 22 മുതലുള്ള വചനങ്ങൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി നിങ്ങൾ മാറരുത്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരെ യാക്കോബ് ശ്ലീഹ വിളിക്കുന്നത് ആത്മവഞ്ചകരാ എന്നാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി നിങ്ങൾ മാറരുത്. കേൾക്കുന്ന വചനം അനുവർത്തിച്ച് ജീവിക്കുന്നവരാകുവിൻ. വചനം കേട്ടിട്ട് അത് അനുവർത്തിക്കാതിരിക്കുന്നവർ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോകുന്നവന് തുല്യമാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് കടന്നു പോവുക. എന്താണ് യാക്കോബ് ശ്ലീഹ ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്? നമ്മുടെ മുഖം കാണാൻ, നമ്മുടെ വസ്ത്രം കാണാൻ, നമ്മളെ കാണാൻ. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മളത് മാറ്റും. ശരീരത്തിൽ, വസ്ത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കളയും. അതിനുവേണ്ടിയാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്. കണ്ണാടിയിൽ നോക്കിയിട്ട് മുടിയിൽ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കി, വസ്ത്രത്തിൽ അഴുക്കുണ്ടെന്ന് മനസ്സിലാക്കി, മാറ്റം വരുത്തണമെന്ന് മനസ്സിലാക്കി, എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ വെറുതെ കടന്നു പോവുകയാണെങ്കിൽ അവൻ എന്തിനാണ് കണ്ണാടിയിൽ നോക്കുന്നത്? അവൻ കണ്ണാടിയിൽ നോക്കുന്നതിന്റെ ഫലം എന്താണ്? ഒരു ഫലവുമില്ല. കണ്ണാടിയിൽ നോക്കിയാൽ കാണുന്നതനുസരിച്ച് ക്രമക്കേടുകളും കുറവുകളും അപാകതകളും അഴുക്കുമെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. വചനം വായിച്ചാൽ ആ വചനത്തിൽ കാണുന്ന നമ്മുടെ പ്രതിരൂപത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. വചനം വായിച്ച് മാറ്റമുണ്ടാക്കാത്തവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെറുതെ കടന്നു പോകുന്നവന് തുല്യനാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഇത് ദൈവവചനം കേട്ടു മാത്രം ജീവിക്കുന്നവര് ആത്മവഞ്ചകരാകാൻ സാധ്യതയുള്ളത് കൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന കാര്യമാണ്. കേട്ടു ജീവിക്കാനുള്ളവരല്ല, നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ച് ജീവിക്കാനുള്ളവരാണ്. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ദൈവവചനം കേട്ട് അത് പാലിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവവചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറയുന്നില്ല. ദൈവവചനം കേട്ട് അത് പാലിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൈവദൂതനിൽ നിന്ന് ദൈവവചനം കേട്ടു. നല്ല കാര്യം, നീ നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ പോവുകയല്ല ചെയ്തത്. ആ പറഞ്ഞ വചനം തന്റെ ജീവിതത്തിൽ നിറവേറ്റുകയാണ് ചെയ്തത്. അത് നിറവേറ്റാൻ പരിശുദ്ധ അമ്മ വില കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി. രണ്ടാമതായി ഇന്ന് നാം ലേഖനത്തിൽ വായിച്ചു കേട്ടു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ആരും പ്രഘോഷിക്കാനില്ല എങ്കിൽ അവർ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഞാനും നിങ്ങളും പ്രഘോഷിക്കുന്നില്ല എങ്കിൽ അവർ കേൾക്കില്ല, കേൾക്കുന്നില്ല എങ്കിൽ അവർ വിശ്വസിക്കില്ല. മറ്റുള്ളവർ പ്രഘോഷിച്ചത് കൊണ്ടാണ് നമ്മൾ കേട്ടത്, കേട്ടത് കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്. വിശ്വസിക്കണമെങ്കിൽ പ്രഘോഷിക്കണം. പ്രഘോഷിക്കാൻ ആളില്ല എങ്കിൽ ജനം വിശ്വസിക്കില്ല. നമ്മളാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. പൗലോസ് ശ്ലീഹ തിമോഥെയോസിനോട് പറയുകയാണ്, നീ കഷ്ടപ്പെട്ട് സുവിശേഷം പ്രഘോഷിക്കുക, നീ സുവിശേഷകന് ജോലി ചെയ്യുക. നമുക്കൊരു ധാരണയുണ്ട്, സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വൈദികരുടെയും മെത്രാന്മാരുടെയും സന്യസ്തരുടെയും മാത്രം പണിയാണെന്ന്. അങ്ങനെയാണോ? അല്ല. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും ഉത്തരവാദിത്തമാണ്. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത്
തിരുപ്പട്ടത്തിലൂടെയല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് സന്യാസവ്രത വാഗ്ദാനത്തിലൂടെയല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസായിലൂടെയാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും പ്രേക്ഷിതരാണ്. എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കണം. 111 വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഇടവക സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത്. ക്രിസ്തീയ ജീവിതം ഇവിടെ വളർച്ചയിലേക്ക് എത്തുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്നൊരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. 4ാമത്തെ പ്രണാമജപത്തിൽ ഏകദേശം മധ്യഭാഗത്തായി നാം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. കേട്ടിട്ടുണ്ടോ? അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ആരാണ് അറിയേണ്ടത്? ഭൂവാസികൾ എല്ലാവരും. എന്നിട്ട് അയൽവാസികളെങ്കിലും അറിഞ്ഞോ? ആരോടെങ്കിലും പറഞ്ഞോ? ഈ ഏക കർത്താവിനെ കുറിച്ച്, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയുടെയും ആകാശത്തിന്റെ മധ്യത്തിൽ മരക്കുരിശിൽ തൂങ്ങിക്കിടന്ന മരിച്ചവനെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഇന്ന് വരെ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് ദുരിതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നു: ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നുവെങ്കിൽ എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിലോ എനിക്ക് ദുരിതം. പ്രിയ ഇടവക ജനമേ, ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള നിങ്ങൾ മറ്റാരോ പറഞ്ഞതുകൊണ്ട്, മറ്റാരോ ജീവൻ പണയം വെച്ച് നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷം പ്രഘോഷിച്ച് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് സുവിശേഷം കേട്ട് വിശ്വാസികളായി നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം. നമ്മൾ പ്രഘോഷിച്ചില്ല എങ്കിൽ അവർ കേൾക്കില്ല. കേട്ടില്ല എങ്കിൽ അവർ വിശ്വസിക്കില്ല. വിശ്വസിച്ചില്ല എങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വീട്ടിലേക്ക് പോയതിനു ശേഷം ഈ ഇടവക ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഒരിക്കൽ വായിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. സ്തേഫാനോസിന്റെ രക്തസാക്ഷ്യത്തിന് ശേഷം ആ പ്രദേശത്ത് ശക്തമായ മതമർദ്ദനം നടന്നു. ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ സാധിക്കാതെ, പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വിശ്വാസികളെല്ലാവരും ചിതറിപ്പോയി. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു: അപ്പസ്തോലന്മാരൊഴികെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ആരാണ്? സാധാരണ വിശ്വാസികൾ, സാധാരണ ക്രിസ്ത്യാനികൾ, നമ്മെ പോലെയുള്ള സാധാരണ ക്രിസ്ത്യാനികൾ. അവര് ഓടിപ്പോയി. വാസ്തവത്തിൽ ഭയം കൊണ്ട് ഓടിപ്പോയതാണ്. വാസ്തവത്തിൽ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഓടിപ്പോയതാണ്. പക്ഷേ അവർ ഓടിപ്പോയി ഒളിച്ചിരിക്കുകയല്ല ചെയ്തത്. അവർ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു. അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു: ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവര് അപ്പസ്തോലന്മാരായിരുന്നില്ല, അവര് സാധാരണ ക്രിസ്ത്യാനികളായിരുന്നു. നമ്മെ പോലെ യേശുവിന്റെ സുവിശേഷം കേട്ട് അവന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച സാധാരണ ക്രൈസ്തവർ, സാധാരണ വിശ്വാസികൾ. അവരാണ് സമരിയായുടെ പല ഗ്രാമങ്ങളിലും ആദ്യമായി സുവിശേഷം എത്തിച്ചത്. നാളുകൾക്ക് ശേഷമാണ് പത്രോസും യോഹന്നാനും അവിടെ പോയി അവരുടെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടി പ്രാർത്ഥിച്ചത്. അതുവരെയുള്ള സുവിശേഷ പ്രവർത്തനം നടത്തിയത് ആരായിരുന്നു? സാധാരണ ക്രിസ്ത്യാനികൾ, സാധാരണ വിശ്വാസികൾ. ഇടവക ജനമേ, സുവിശേഷം പ്രഘോഷിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഈ വൈദികർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ്. മാമോദീസ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ സുവിശേഷം പ്രഘോഷിക്കണം, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങളിൽ ഈശോ പറയുന്നു: മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. ഈ ജനത്തിന്റെ മുമ്പിൽ നാം ക്രിസ്തുവിനെ ഏറ്റുപറയണം. അവന്റെ നാമം നമ്മൾ പ്രഘോഷിക്കണം, അവന്റെ വചനം നമ്മൾ പ്രഘോഷിക്കണം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു: എന്നെ കുറിച്ചോ എന്റെ സുവിശേഷത്തെ കുറിച്ചോ നിങ്ങൾ ലജ്ജിച്ചാൽ ഞാൻ ദൈവത്തിന്റെയും ദൈവദൂതന്മാരുടെയും മഹത്വത്തിൽ വരുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് ലജ്ജിക്കും. ഈശോ നമ്മളെ കുറിച്ച് ലജ്ജിക്കും. നമ്മൾ അവനെ കുറിച്ച് ലജ്ജിച്ചാൽ, അവന്റെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിച്ചാൽ. അതുകൊണ്ട് അവന്റെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. നിങ്ങൾക്ക് വീടും നാടും ഉപേക്ഷിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ പോകാൻ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷ പ്രവർത്തകരെ സഹായിക്കണം.
പ്രേക്ഷിത ദൗത്യം നമ്മുടെ ദൗത്യമാണെന്ന് നമ്മൾ കരുതണം. ഈ ലോകത്തിന്റെ എവിടെ നടക്കുന്ന സുവിശേഷ പ്രവർത്തനമാണെങ്കിലും അത് സഭയുടെ പ്രവർത്തനമാണെന്ന് നമ്മൾ കരുതണം. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് നമ്മൾ ആവശ്യമായ പ്രാർത്ഥനയും ത്യാഗവും സഹായവും ചെയ്തു നൽകണം. വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഇടവകയുടെ സുവിശേഷ ചൈതന്യം, പ്രേക്ഷിത ചൈതന്യം നമുക്ക് പല രീതിയിലും വ്യക്തമാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ പള്ളികൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ പല പള്ളികളും നമ്മുടെ നാട്ടിലെ പല സ്ഥാപനങ്ങളും അരമനകളും എല്ലാം പണിതത് ഇതുപോലെയുള്ള സാധാരണ ക്രിസ്ത്യാനികൾ അവരുടെ ഇടവകകളിൽ സമാഹരിച്ച പണം കൊണ്ടായിരുന്നില്ലേ? ജർമ്മനിയിലും അമേരിക്കയിലും സാധാരണ വിശ്വാസികൾ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്. അവരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല പ്രേക്ഷിത പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. അവരുടെ ത്യാഗം കൊണ്ടാണ് നമ്മുടെ വൈദികരിൽ ബഹുഭൂരിപക്ഷവും പഠിച്ചിട്ടുള്ളത്. അവരുടെ ത്യാഗം കൊണ്ടാണ് അന്ന കാലത്ത് നമ്മുടെ അരമനകളും പള്ളികളും പണി തീർക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമുക്ക് ആവശ്യമില്ല, ഇന്ന് നമ്മൾ സാമ്പത്തിക ശേഷിയുള്ളവരാണ് എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നാൽ പോരാ. ഇന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം. സുവിശേഷ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനമാണ് എന്ന് നമ്മൾ കരുതണം. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞതുപോലെ, നീ സുവിശേഷം പ്രഘോഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നീ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. നീ കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്യുക.